നിങ്ങളൊരു ലീഡറാണ്. ഒരു ലീഡറായിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്തവരാണ് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണണം. പണ്ട് കാലം മുതൽക്കേ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു വ്യക്തിയെ ഒരു ലീഡറായി തിരഞ്ഞെടുക്കുന്നു. ചില സന്ദർഭത്തിൽ ലീഡറാകാൻ ആരും തന്നെ ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു വ്യക്തിയെ ലീഡറായി പരിഗണിക്കുകയും ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്ക് താൻ എന്തു ചെയ്യണം, താൻ എങ്ങനെയാകണം എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കും. അത്തരം ആശങ്കകൾ നേടുന്ന ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഒരു ലീഡർ എന്താകണം എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഒരു ലീഡർ സ്മാർട്ടായിരിക്കണം. സ്മാർട്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തുള്ളിച്ചാടി നടക്കുന്ന സ്മാർട്ട്നെസ് കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതല്ല, മറിച്ച് സ്മാർട്ട് എന്നതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എസ് ഫോർ സിമ്പിൾ. ഒരു ലീഡർ സിമ്പിൾ ആയിരിക്കണം. ഒരു ലീഡറുടെ പെരുമാറ്റം വളരെ ലാളിത്യമുള്ളതായിരിക്കണം. ചില ലീഡർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനൊരു ലീഡറാണ് എന്നുള്ളൊരു ഭാരം തലയിലേറ്റുകൊണ്ട് മറ്റുള്ളവരോട് വളരെ കർക്കശ രീതിയിൽ പെരുമാറുകയും വളരെ കൽപ്പനകളോട് കൂടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറ്റി മറ്റുള്ള ആളുകളോട് വളരെ സാധാരണപൂർണമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട്. സഹജീവികളോടുള്ള നല്ല പെരുമാറ്റമാണ് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എം ഫോർ മോറൽ. ഒരു ലീഡർ മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ ശരിയും തെറ്റും ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. സമത്വം, സത്യസന്ധത, കൃതജ്ഞത തുടങ്ങിയ മോറൽ പ്രിൻസിപ്പിൾസ് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു ലീഡർ എന്ന് പറയുന്ന വ്യക്തി പാർഷ്യാലിറ്റി ഇല്ലാതെ, വിഭാഗീയതയില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ തയ്യാറുള്ള മനസ്സുള്ളവരായിരിക്കണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ട് എങ്കിൽ യാതൊരു മടിയും ഇല്ലാതെ അവരോട് നന്ദി പറയാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. എ ഫോർ ആറ്റിറ്റ്യൂഡ്. മനോഭാവം. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളോടും ഓരോ സാഹചര്യങ്ങളോടുമുള്ള മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിസന്ധികളിൽ തിരിഞ്ഞോടുന്ന ഒരു വ്യക്തിയാണ് ഒരു ലീഡറെങ്കിൽ തീർച്ചയായും ആ ലീഡർക്കൊപ്പം നിൽക്കാൻ ഒരാളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഒരു ലീഡർക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു മനോഭാവം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാനൊരു ലീഡറാണ് എന്നുള്ള ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ആർ ഫോർ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്ത ബോധം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ചുമതലാ ബോധം എന്ന് പറയുന്നത് ഒരു ലീഡർക്ക് ഉണ്ടാകേണ്ടതാണ്. നമുക്ക് ലഭിക്കുന്ന ടാസ്കുകൾ വളരെ കൃത്യതയോട് കൂടി സമയബന്ധിതമായി ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ലീഡർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ലീഡർക്ക് സ്വന്തമായി ആ ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോഴും അതേസമയം നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കൊണ്ട് ആ ടാസ്ക് കൃത്യമായി ചെയ്യിക്കാനുള്ള ഒരു ചുമതല കൂടി ആ ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ടി ഫോർ ട്രാൻസ്പെറൻറ്റ്. ഒരു ലീഡർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഒരല്പം പോലും കളങ്കമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമാണ് നല്ലൊരു ലീഡർ ആകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു സത്യസന്ധതയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നിങ്ങൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലീഡർ ആകുന്നത്. തീർച്ചയായും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നാളെ നല്ലൊരു ലീഡറായി നിങ്ങൾ മാറുന്നതായിരിക്കും. താങ്ക് യു.